എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ചിക്കൻ ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി. ഇതിന് ഞാൻ എടുത്തിട്ടുണ്ട് 1 കിലോ ചിക്കൻ. ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ചിക്കൻ എടുക്കാം. 4-5 മുട്ട പുഴുങ്ങിയത്, 7-8 സവാള അരിഞ്ഞത്, 4-5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഒരു കട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പുതിന ഇല, ഒരു കൈ പുതിന ഇല, 1 കപ്പ് 100 ഗ്രാം തൈര് നല്ലപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇതും കൂടി 3 കൂടി ചേർത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ച് വയ്ക്കാം, ഒന്ന് അരച്ച് വയ്ക്കാം. പിന്നെ മുന്തിരി ആവശ്യത്തിന് വെള്ളത്തിൽ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പട്ട, ഗ്രാമ്പ്, ഏലയ്ക്ക. കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഓറഞ്ച് കളറോ റെഡ് കളറോ ഇടാം. പിന്നെ അരി, ഇത് 1/2 കിലോ അരിയാണ്, 1 ഗ്ലാസ് അരിയാണ്, ബാസ്മതി അരിയാണ്. അതിനെ കഴുകി നമുക്ക് വെള്ളത്തിലിങ്ങനെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് ചിക്കനിൽ ഇട്ടിട്ടുണ്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി മുളക് പൊടിയാണ്, നല്ല നിറത്തിന് വേണ്ടിയിട്ട്. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, പകുതി സ്പൂൺ ജീര പൗഡർ, ജീരകം വറുത്ത് പൊടിച്ചതും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇത് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചില്ലേ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും, അതിൻ്റെ പേസ്റ്റാണ് ഇത്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ. ഇപ്പോൾ ഞാൻ ഉടച്ച് വെച്ച തൈരല്ലേ, ഒരു 100 ഗ്രാം തൈരുണ്ട്. ഇത് ഫ്രഷ് തൈരാണ്, പുളിയുള്ളതല്ല, ഫ്രഷ് തൈരാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കനെ മാരിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സമയത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ ചിക്കനിനകത്ത് മസാല പിടിച്ചോളും. ഇപ്പോൾ രാവിലെ ആണ് നിങ്ങൾ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം രാത്രി വേണമെങ്കിൽ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഇത് വെക്കാം. അപ്പോൾ രാവിലെ പിന്നെ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ചിക്കൻ മാരിനേഷൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് സാധാരണ ഫുൾ ചിക്കൻ എടുക്കാം. അരി ഇതുപോലെ നല്ലപോലെ കഴുകിയിട്ട് ഇങ്ങനെ 1 മണിക്കൂർ മുമ്പ് തന്നെ അരിനെ വെള്ളത്തിലിങ്ങനെ കുതിർത്ത് വെക്കണം. അപ്പോഴേ നല്ലപോലെ ഇങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ആദ്യം ഞാൻ അരി തിളപ്പിക്കാൻ ഇട്ടു. വെള്ളം നല്ലപോലെ ഇടുക, ഇരട്ടി വെള്ളമില്ല, കൂടുതൽ വെള്ളം ഒഴിക്കണം. ലൈക്ക് ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത്, ബാസ്മതി അരി. അപ്പോൾ ഒരു 3-4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം, കാരണം എന്തായാലും ആ വെള്ളം കളയുമല്ലോ നമ്മൾ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒപ്പം തന്നെ എല്ലാം നമുക്ക് ആ ഗരം മസാലകൾ ഇടാം. ഈ 2 ബേ ലീഫ് ഇല, കറുവാപ്പട്ട, ഗ്രാമ്പ്, ഏലയ്ക്ക എല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത് നമുക്ക് നല്ലപോലെ ഇതിനെ തിളപ്പിക്കാം. പക്ഷേ ചോറ് കൂടുതൽ വേകാൻ പാടില്ല. ഒരു 3/4 വെന്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ചോറ് ഊറ്റി മാറ്റാം. ഇപ്പം ഞാൻ ചീൻചട്ടിക്കകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഞാൻ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കും, മേളി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു 2 കൈ നിറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്, സവാള ഇട്ടിട്ടുണ്ട്. അതിനൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അത് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അത് ആ ഫ്രൈ ആകുന്ന വരെ, മുറിയുന്ന വരെ ഒന്ന് ചോറ് ഞാൻ നോക്കാം വെന്തോന്ന്. ചോറ് കുറച്ചും കൂടി വേകാനുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അതേ കണ്ടോ, നമ്മളുടെ ഉള്ളി സവാള നല്ലപോലെ ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി. ഇത് മേളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഈ ഫ്രൈഡ് ഓണിയൻസ് കിട്ടുന്നുണ്ട്, റെഡിമെയ്ഡായിട്ടും കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതും വാങ്ങിച്ച് അത് യൂസ് ചെയ്താൽ മതി. സോ ഇത് ഞാൻ ഫ്രഷായിട്ട് ചെയ്ത് കാണിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ലാസ്റ്റിലാണ് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ ആ സെയിം അതേ ചീൻചട്ടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റിൽ നെയ്യ് ഇച്ചിരി കൂടുതൽ ഒഴിക്കും, അതുകൊണ്ട് എണ്ണ ഒഴിക്കുന്നില്ല കൂടുതൽ. അപ്പോൾ അത് സവാള ഇട്ടു, ബാക്കി സവാളയും പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകല്ലേ അതും അതിൻ്റെ പേസ്റ്റും ഇട്ടു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടാം, കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ടും ഇടാം. ഞാനിത് 3 കൂടി ഒരുമിച്ച് അരച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാനതിനെ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് അത് ഫ്രൈ ആകാൻ വേണ്ടി, ചുമക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, 3/4 ഭാഗം മാത്രം വേകാൻ പാടുള്ളൂ. അതിനെ നമുക്ക് ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട്. ഒന്ന് തണുക്കട്ടെ, ബാസ്മതി റൈസാണ്, ഒന്ന് തണുക്കട്ടെ ചോറ്. നമ്മളിതെല്ലാം മിക്സ് ദമ്മിന് കൊടുക്കുന്നതിന് മുമ്പേ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് ഇരിക്കും, മണിയായിട്ട് ഇരുന്നോളും. കണ്ടോ, അപ്പോൾ നമ്മളുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ശരിക്കും ഒന്ന് ചുമന്നു. അപ്പോൾ മൊത്തം തക്കാളി നമുക്ക് ഇടാം. ഇത് ഒരു 4 തക്കാളിയാണ്, നല്ല ചുമച്ചുമാനുള്ള നല്ല തക്കാളിയാണ്. 4-5 തക്കാളി നിങ്ങൾക്ക് ഇടാം.
അത് നല്ലപോലെ ഇതിനെ ഇനിയിപ്പോൾ തക്കാളീനെ സോഫ്റ്റാക്കി എടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഡ്രൈ മസാലപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി കശ്മീരി, 1 സ്പൂൺ മുളക് പൊടി എരിവുള്ളതും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ ഈ ഉപ്പ് ഇടുന്നത് ഞാൻ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ഇടുന്നത്. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കനകത്ത് ഉപ്പ് വേറെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചോറ് വേവിക്കാൻ നേരം ചോറിൽ വേറെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, അത് ഇതിനകത്ത് ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് ഇതിനകത്ത് ഫ്രൈ ആയി വേകട്ടെ. അത് കണ്ടോ, ആ ചിക്കനകത്ത് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ ചിക്കൻ ഒന്ന് ശരിക്കും ഫ്രൈ ആയി വരട്ടെ. നമുക്കിത് അടച്ച് വയ്ക്കാം കുറച്ച് നേരത്തേക്ക്. ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതിനകത്ത് നമ്മളിപ്പോൾ ഫ്രഷ് പുതിന ഇലയല്ലേ, ഒരു കട്ട് പുതിന ഇല മാത്രം പരിച്ചാണ് ഞാൻ ഇടുന്നത്. പുതിന ഇലയാണ് ഏറ്റവും കൂടുതൽ ബിരിയാണിക്ക് ഫ്ലേവർ ചേർക്കുന്നത്, ആ ഒരു മണം വരുന്നത്. അപ്പോൾ വേറെ ഒരു ചീൻചട്ടിക്കകത്ത് നമ്മളുടെ ഈ ചിക്കൻ ഒന്ന് വേഗന വരെ വേറെ ഒരു ചീൻചട്ടിയിൽ നമുക്ക് ഈ മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. ഈ മുന്തിരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വൃത്തിയുമാവും, പിന്നെ നല്ലപോലെ അത് മുന്തിരി നല്ല വലുതാവും ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ. അപ്പോൾ ഈ മുന്തിരി നല്ലപോലെ ഫ്രൈ ചെയ്ത് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ് ആക്കി നമുക്ക് വെക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറങ്കണ്ടിയും കാഷ്യും കൂടി ചേർക്കാം ഇഷ്ടമാണെങ്കിൽ. മുന്തിരി ഇഷ്ടമില്ലാത്തവർക്ക് മുന്തിരി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതെ, ചിക്കൻ ഇപ്പോൾ വെന്ത് വരണുണ്ട്. നമ്മളുടെ കുറച്ചും കൂടി ഈ നല്ലപോലെ ഇതൊന്നും കൂടി ഒന്ന് ഉണങ്ങി എല്ലാം മസാല റെഡി ആകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് കണ്ടോ, അത് നല്ലപോലെ വറ്റി മസാല ഒക്കെ വറ്റി ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ അതിലെ മസാല എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ ഇതിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാം, പകുതി മാറ്റിയെടുക്കാം. കാരണം നമുക്ക് ദമ്മിന് ലെയർ ഉണ്ടാക്കണമല്ലോ. കുറച്ച് മസാല ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിരിയാണി നല്ല ജ്യൂസി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. സോ ഇത് കണ്ടോ, നല്ലപോലെ പറ്റി പിടിച്ച മസാല ആ പരുവത്തിൽ പകുതി ചിക്കനും അതിൻ്റെ ഗ്രേവിയും നമ്മൾ മാറ്റി എടുത്തു. ഇനിയിപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ബാസ്മതി ചോറുണ്ടാക്കി വെച്ചല്ലേ, ആ ചോറിൻ്റെ ഒരു ലെയർ ഇടുന്നുണ്ട്. ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ ആക്കിയിട്ട് താഴെ ചിക്കനും മസാലയും ഉണ്ട്. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു. ഒരു ലെയർ ചോറിൻ്റെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് മല്ലിയില ഇട്ടു. പിന്നെ നമ്മൾ ഈ മുട്ട പുഴുങ്ങി വെച്ചിട്ടില്ലേ, അതിനും ഇതിനകത്ത് ഈ ലെയറിനകത്ത് മുട്ട പുഴുങ്ങിയതും ഇതിനകത്ത് ഇങ്ങനെ വെക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട അതിനകത്ത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഉള്ളി വറുത്തി വെച്ചില്ലേ, ആ ഉള്ളി ഇട്ടു. പിന്നെ ഒരു ലെയർ വീണ്ടും നമ്മളുടെ ഈ ചോറ് അതിനകത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ വീണ്ടും നമ്മളുടെ ആ ചിക്കൻ മാറ്റി വെച്ച ചിക്കനല്ലേ, അതിൻ്റെ ലെയർ ആക്കാം. അതിങ്ങനെ ചിക്കനും ആ മസാലയും കൂടി ചേർത്ത് ഇങ്ങനെ ഒരു ലെയറാക്കി. പിന്നെ അതേ വീണ്ടും നമ്മുടെ ആ ബാക്കിയുള്ള ചോറല്ലേ, അത് മൊത്തം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഫൈനൽ ലെയറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ മാത്രം ആക്കാം. ഞാൻ 3 ലെയർ ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ എല്ലാം ബാക്കിയുള്ള നമ്മളുടെ മല്ലിയില, പിന്നെ ഉള്ളി വറുത്തത്, നമ്മളുടെ ഇത് കിഷ്മിഷ് അല്ലേ, റൈസൻസ്, അത് മുന്തിരി വറുത്തത്, അത് എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ മുന്തിരി വറുത്തതും കൂടി ഞാൻ ഇട്ടു. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇനിയിപ്പം നമുക്ക് ലാസ്റ്റിൽ കളർ ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. യെല്ലോ കളർ ഫുഡ് കളറാണ് ഇത്. ഒരു സ്പൂൺ ജസ്റ്റ് ഇത് ഒഴിച്ചു. റെഡ് കളർ ഗ്രീൻ കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഒഴിക്കാം. ഇനിയിപ്പോൾ മേളിന് നമുക്ക് ശരിക്കും നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 5-6 സ്പൂൺ ചെറിയ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നെയ്യ് ഒഴിച്ചിട്ട് ഇതിനെ അടച്ച് വെച്ച് ദമ്മ് കയറ്റും. ഇപ്പോൾ ദമ്മ് കയറ്റാൻ വേണ്ടിയിട്ട് ഈ ദോശക്കല്ല് ആദ്യം അടുപ്പത്ത് വെച്ച് നമുക്ക് ഇത് ഹൈയോ മിഡിലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഞാൻ ഈ ചപ്പാത്തിയുടെ മാവ് കുഴച്ചതിരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് ഇങ്ങനെ അടച്ച് വെക്കണം ദമ്മിന്. ഇത് ചപ്പാത്തിയുടെ മാവ് കുഴച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭാരമുള്ള ഒരു കല്ല്, അരകല്ലോ എന്തെങ്കിലും അതിനെ മേളിൽ വെച്ചാൽ നല്ലപോലെ ദമ്മ് കിട്ടിക്കോളും. നിങ്ങൾ ചപ്പാത്തിയുടെ മാവാണെങ്കിൽ വെക്കണമെങ്കിൽ ഇത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടു ഒരു സൈഡിന് ഉണങ്ങാൻ തുടങ്ങും മാവ്. അപ്പം നമുക്ക് ദമ്മ് പൊട്ടിക്കാം. നല്ല ടൈറ്റായിട്ടുണ്ട്. അത് ഒന്ന് ലൂസായി കൊടുത്തു ഞാൻ. ഇപ്പോഴേ ഇത് നമ്മുടെ ദമ്മ് പൊട്ടിയിരിക്കുന്നു. ഓഫ്, അടിപൊളി, എന്ത് മണമാണ് പറഞ്ഞത്. ഇതിൻ്റെ നിറം കണ്ടോ, അരി എങ്ങനെ അടിപൊളി സൂപ്പറായിട്ട് ആ ചോറൊക്കെ ഒന്നിലൊന്ന് തൊടാതെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എങ്ങനെ ഈ ദം ബിരിയാണി കിട്ടണേ അതുപോലെ അടിപൊളി, അതിനെക്കാട്ടി ഇരട്ടി സ്വാദായിരിക്കും. നിങ്ങളിതിന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ചെയ്ത് പറയൂ നിങ്ങൾക്ക് ഇഷ്ടമായോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി കാണുമല്ലോ ചിക്കൻ ദം ബിരിയാണി.
ഞാനിതിനെ സെർവ് ചെയ്യുന്നത് നമ്മളുടെ സാലഡിൻ്റെ കൂടിയും അച്ചാറിൻ്റെ കൂടിയും ഒരു പപ്പടമും കൂടി വെച്ച അടിപൊളി സൺഡേ സ്പെഷ്യൽ ദം ബിരിയാണി റെഡി.